നടക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് ആദ്യമായിട്ട് വയറുവേദന വന്നപ്പോഴാണ് VSM ആശുപത്രി കൊണ്ടുവന്നത്. VSM ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് ഒരു സിസ്റ്റ് ഉണ്ട്, അപ്പോൾ ആ സിസ്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ കീ ഹോൾ ചെയ്യണമെന്ന്. അങ്ങനെ കീ ഹോൾ ചെയ്യാൻ അവർ കയറ്റി. അങ്ങനെ എൻ്റെ അമ്മയുടെ അമ്മയുടെ നെർവ് കട്ടായിട്ട് അമ്മയ്ക്ക് ബ്ലീഡിങ് ആയി അമ്മ അവിടെ വെച്ച് മരിച്ചു. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എൻ്റെ അമ്മ മരിച്ചു പോയെന്ന്, നെർവ് കട്ടായിട്ട് അങ്ങനെ ബോഡിയെല്ലാം നിലച്ച് അറ്റാക്കായതാണെന്ന്. എൻ്റെ അമ്മയായിരുന്നു എന്നെ പഠിപ്പിക്കുന്നത്, ആരംഭിച്ചൊക്കെ തരുന്നത്. ആ അമ്മയാണ് എനിക്കിപ്പോൾ പോയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിട്ടേ ഞാനിതേ കാണുന്നുള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയണം, ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ നിയമത്തിനും. ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടില്ല, ഇതേപോലെ ഉണ്ടെങ്കിൽ ഒരുപാട് ആശുപത്രി ഉണ്ട്. ഇതേ കണക്ക് എന്തെങ്കിലും പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അത് നേരെ ഓപ്പറേഷന് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കയറ്റി, അതിന് ശേഷം ഉണ്ടെങ്കിൽ അവരുടെ ശരീരം കീറി മുറിച്ചിട്ട് അവസാനം അവരുടെ ജീവൻ തന്നെ പോകുന്ന അവസ്ഥയിലേക്ക് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പാവത്തിൻ്റെ അമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അവൻ്റെ ജീവിതം തന്നെ ഒരു നശിക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കണക്കല്ല, ഇന്നുണ്ടെങ്കിൽ 2-3 ആശുപത്രിയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഇതേ കണക്ക് ഓപ്പറേഷൻ ചെയ്യണം ഇങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ അതേ നമ്മൾ വിശ്വസിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവന് ഒരു ആപത്താണ്. പക്ഷേ വേറെ ആശുപത്രി പോകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനേ പറ്റത്തില്ല. എന്തായിരുന്നാലും ശരി, ഇതിന് കാരണക്കാരായ ആരായിരുന്നാലും ശരി അവരെ വെറുതെ വിടാൻ പാടില്ല. അവർക്ക് വേണ്ട ശിക്ഷ തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ.